യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ അടുത്ത് പ്രായമായ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഈ അമ്മച്ചി പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയ പ്രാർത്ഥനകളൊന്നും അറിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഈശോയേന്ന് വിളിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അത് തന്നെ വലിയ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് വലിയ സന്തോഷമായി. എല്ലാ കാര്യങ്ങളിലും ഈശോയേന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ചെയ്യുക. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആകാശത്തിന് നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവപിതാവ് നൽകിയ നാമമാണ് യേശു എന്ന നാമം. നമ്മളങ്ങനെ പാടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പ്രിയപ്പെട്ടവരെ, മാനവരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ നാമമാണ് യേശു എന്ന നാമം. അത് നമ്മൾ ഉപയോഗിക്കണം. ബർത്തിമിയോസ് എന്ന അന്ധയാചകൻ അൻവിളിക്കും, ദാവീദിന്റെ പുത്ര, യേശുവേ എന്നിൽ കനിയണമേ. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഈശോ അവിടെ നിൽക്കുകയാണ്. പത്രോസ്ലിയ മുടന്തനായ വ്യക്തിയോട് പറയുന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈശോയെ എന്ന് വിളിച്ച് ചെയ്യുക. ഈശോ എന്ന നാമം കേൾക്കുമ്പോഴേ പിശാചിന് ഭയമാണ്. ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. ഈശോ എന്ന നാമം വിളിക്കുമ്പോൾ വിടുതലുണ്ടാകും, അനുഗ്രഹം ഉണ്ടായിരിക്കും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തെ ആശീർവദിക്കുമ്പോൾ അവർ സുഖപ്പെടുന്നു. തിന്മകൾ, പൈശാചിക പീഡകൾ അവരിൽ നീങ്ങി പോകുന്നു, അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു. പ്രിയപ്പെട്ട മകനെ, മകളെ, യേശുവിൻ്റെ നാമത്തിന് വലിയ ശക്തിയുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണും, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ദൈവവിചാരത്തോടെ ചെയ്യുക, ഈശോ എന്ന വിചാരത്തോടെ, ഈശോ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. കർത്താവ് നമുക്ക് വഴി തെളിയിച്ചു തരും. നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും, വിടുതലുണ്ടാകും, സൗഖ്യമുണ്ടാകും. അതുകൊണ്ട് സുഹൃതജപം പോലെ ഈശോയെ, ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ, എന്നോട് കരുണ തോന്നണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹം ഉണ്ടാവും. ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഈശോയെ എനിക്കിത് ചെയ്യാനുള്ള കൃപ തരണമേ, ശക്തി തരണമേ, എല്ലാത്തിലും ഈശോയെ കൂട്ടുവിളിക്കുക, ഈശോയുടെ നാമം വിളിക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കും. ധൈര്യമായിട്ടിരിക്കുക. ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഈശോ എന്ന നാമം. ഈ നാമത്തിൻ്റെ ശക്തി തിരിച്ചറിയാം. സത്യദൈവത്തിൻ്റെ നാമം നമ്മൾ വിളിക്കുമ്പോൾ എല്ലാ അന്ധകാര ശക്തികളും നീങ്ങി പോകും. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികൾ നിനക്ക് തുറന്നു കിട്ടും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈശോ എന്ന നാമത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഉള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.